ഇത് കുറച്ച് വലിയ വീഡിയോ ആണ്. ഇത് വലുതായിട്ടൊന്നും പറയാനില്ലെങ്കിൽ പോലും ഈ വീഡിയോയെക്കുറിച്ച് പറയാൻ കാര്യം, ഈ ഒരു വെജിറ്റബിൾ എനിക്കും കൂടി പണ്ട് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ എനിക്കിഷ്ടമാണ്. അത് ഇഷ്ടമാവാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചില പച്ചക്കറികളൊക്കെ, പച്ചക്കറി എന്ന് മാത്രമല്ല ചില കറികളിലൊക്കെ അതിൻ്റെ ഒരു എന്നും നമ്മൾ തയ്യാറാക്കുന്ന പോലെ അല്ലാതെ ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമാവും. എന്താണെന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. ഇതിലൊരു കുഞ്ഞ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. എണ്ണ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകും പിന്നെ കുറച്ച് സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഈ ചേർത്താണ് നമ്മുടെ ഡ്രൈ മാംഗോ, അതായത് മുളകും കായപ്പൊടിയും ഒക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന മാങ്ങയില്ലേ, ആ മാങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ചേർത്തില്ല, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ ചേർക്കുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ബ്രിഞ്ചാൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ആ വലിയ വഴുതനങ്ങ, ചെറുതല്ല വലിയ വഴുതനങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല പഞ്ഞി പോലെ ഉണ്ടാവുക, മറ്റേ വഴുതനങ്ങ പോലെയല്ല, കുറച്ചുകൂടി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പോടെ ചേർത്തിട്ട് ആദ്യം ഒന്നൊരു 2-3 മിനിറ്റ് ഒന്ന് ഇന്ന് വഴണ്ട് കിട്ടാനായിട്ട് വെക്കുക. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് പെരി പെരി മസാല ഒരു 1/4 സ്പൂൺ ചേർത്താൽ മതി. ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ഒരുപാട് എരിവാവരുത്, കാര്യം നമുക്കിത് ഒരുപാട് കഴിക്കാൻ തോന്നും, അങ്ങനെ തോന്നുന്നൊരു ഫ്ലേവർ. അപ്പോൾ ഒത്തിരി എരിവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മാങ്ങയുടെ ഫ്ലേവറൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെറിയ തീയിൽ അടച്ച് വയ്ക്കുക. ചെറിയ തീയിൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതാ ചെറിയ തീയിൽ തന്നെ വെന്ത് ഈ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ആദ്യം പഞ്ഞി പോലെ ആവും. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഒരു 1/4 സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുമ്പോൾ ഫ്ലേവറും മണവും ഒക്കെ മാറിയിട്ട് ഇത് ഒരു ആ പെരിപെരിയുടെ ടേസ്റ്റും അതുപോലെ മുളക് പൊടിയുടെ മണവും ഒക്കെ കൂടെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഒപ്പം തന്നെ മാങ്ങയുടെ ഫ്ലേവറിൽ വരും. വെള്ളം മുഴുവനായിട്ട് വറ്റി തുടങ്ങുമ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഇത് ഫുള്ളായിട്ട് സ്മാഷ് ചെയ്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാൻ പക്ഷേ ഫുള്ളായിട്ട് സ്മാഷ് ചെയ്യുന്നില്ല, എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണമെന്ന് തോന്നിയിട്ട് ഒരുപാട് സ്മാഷ് ചെയ്യുന്നില്ല. എന്നാലും ഒന്ന് ഉടച്ചെടുത്തു, ഒന്ന് തൊടുമ്പോഴേക്കും പഞ്ഞി പോലെ അത് ഉടഞ്ഞു പോകും. ഈ സമയം സംഭവിക്കുന്നത് എന്താ പറയുക, മാങ്ങയുടെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ആ ബ്രിഞ്ചോളിൽ വരും. ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ബ്രിഞ്ചോൾ കഴിക്കാത്തവരും കഴിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയുടെ ഈ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൽ കായപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു മണമൊക്കെ ഉണ്ടല്ലോ, അതും ഇതും എല്ലാം കൂടെ ഒക്കെ ചേർന്നിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. സാധാരണ വേറെ കറിയൊന്നും വേണ്ടി നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാമെങ്കിൽ പോലും വെറുതെ ചൂട് ചോറും ഇതും കൂടെ കുഴച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഗംഭീരമായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ബ്രിഞ്ചോളിൻ്റെ ഒരു കറി. ഇത് ശരിക്കും പറഞ്ഞൊരു കുട്ടി വീഡിയോ ആയിട്ട് ഇടാനേ ഉള്ളൂ. പക്ഷേങ്കിലും ഈ ബ്രിഞ്ചോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടണമല്ലോ, അപ്പോൾ കുറച്ച് നേരം പറയണമല്ലോ, അതിന് വേണ്ടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കുക. മിക്കവാറും വീടുകളിൽ മഴക്കാലങ്ങളിൽ ഈ വെയിൽ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ ബാക്കി ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കണേ.